ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC ഉടൻ നടത്താൻ പോകുന്ന ഡിവിഷണൽ അക്കൌണ്ടന്റ് പ്രിലിമിനറി എക്സാമുമായി ബന്ധപ്പെട്ട് അതിൽ അക്കൌണ്ടിംഗിൽ നിന്ന് 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 30 മാർക്ക് എന്ന് പറയുന്നത് അക്കൌണ്ടൻസിയുടെ വളരെ വലിയ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 10 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 10 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ എലോബറേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 30 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് അല്പം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്ക് ചോർന്നു പോകാതെ ഈ മാർക്കുകൾ മൊത്തം സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ഈ 10 ചാപ്റ്ററിനെ ഞാൻ വളരെ ലളിതമായിട്ട് വളരെ വേഗത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് പ്രസന്റ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ എന്റെ ഈ വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ആണ്. നമ്മുടെ സിലബസും പ്രകാരം 4ാമത്തെ ടോപ്പിക്കാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ദ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് 1881. ഇന്ത്യയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നിലവിൽ വന്നത് 1881 ബട്ട് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 മാർച്ച് 1882. നമ്മുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യത്തോടു കൂടിയാണ് ഈ ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത് തന്നെ. ഇന്ത്യയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറയുന്നത് 1881. പക്ഷേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നിലവിൽ വന്ന തീയതി എന്ന് പറയുന്നത് 1 മാർച്ച് 1882 ആണ്. സോ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 13. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 13 ആണ്. ഈ 13 അനുസരിച്ച് എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് സിംപ്ലി മീൻസ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് പേബിൾ ഐദർ ഓൺ ഓർഡർ ഓർ ബെയറർ. എന്താ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? അണ്ടർ സെക്ഷൻ 13 ഓഫ് ദ ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881, എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മീൻസ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് പേബിൾ ഐദർ ഓൺ ഓർഡർ ഓർ ബെയറർ. ഇവിടെ നമ്മൾ ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ ബെയർ ആരാണോ അവർക്ക് പേയ്മെന്റ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പ്രോമിസറി നോട്ടോ അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ചെക്കോ, ഇതാണ് സെക്ഷൻ 13 പറഞ്ഞിരിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫറബിലിറ്റി ഉണ്ട്, നെഗോഷ്യബിലിറ്റി ഉണ്ട്, ദെൻ റൈറ്റ് ഓഫ് ആക്ഷൻ ഉണ്ട്. സോ ദ ട്രാൻസ്ഫറബിലിറ്റി, നെഗോഷ്യബിലിറ്റി, റൈറ്റ് ഓഫ് ആക്ഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഇതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ 2-3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ദ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് 1881. The Negotiable Instrument Act came into force on 1 March 1882, and the negotiable instrument defined under Section 13. Under this 13, the negotiable instrument are a promissory note, bill of exchange, or check. So the characteristics of negotiable instrument are transferability, then negotiability, right of action, etc. ഇതാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ എന്താണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതെവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ കടത്തിന് ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ നടക്കുന്ന സമയത്ത് അതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേര് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ മുഖാന്തരം ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ട്രേഡർ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഒരു ട്രേഡർ ആ ഒരു കച്ചവടക്കാരന്റെ കടയിലേക്ക് ബി എന്ന് പറയുന്ന ഒരു കസ്റ്റമർ കടന്നു വരികയാണ്. അപ്പൊ എ എന്ന് പറയുന്ന ട്രേഡറുടെ കയ്യിൽ നിന്ന് ബി എന്ന് പറയുന്ന ആ കസ്റ്റമർ 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. അതിന്റെ പേയ്മെന്റ് ചോദിച്ചപ്പോൾ ബി പറഞ്ഞു, ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് അതിന്റെ പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തില് ആ ട്രേഡർ എന്ന് പറയുന്ന സെല്ലറും ആ കസ്റ്റമർ എന്ന് പറയുന്ന ബയറുമായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? പൈസ കൊടുക്കേണ്ട സമയമായപ്പോഴത്തേക്ക് ആ ബില്ലിന്റെ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനായി മാറി. അപ്പൊ ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷനായി മാറിയപ്പോൾ സെല്ലറുടെ ശരിക്കുമുള്ള പൊസിഷൻ മാറി. ഇപ്പൊ സെല്ലറുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പൈസ കിട്ടേണ്ട ആളായ ക്രെഡിറ്ററായി. അതേസമയം കസ്റ്റമർ എന്ന് പറയുന്ന ബയർ എന്ന് പറയുന്ന ആള് ഇപ്പൊ ഡെറ്ററായി മാറി. ഇപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെല്ലർ ബയർ എന്നുള്ളതിൽ നിന്ന് മാറി ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ എന്നായി. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് ബി പൈസ കൊടുക്കാമെന്ന് എയിടത്ത് പറഞ്ഞെങ്കിൽ പോലും ആ സമയത്ത് അത് കൊടുത്തില്ലെങ്കിൽ എ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക?
ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 അനുസരിച്ച് അതിനകത്ത് സെക്ഷൻ 5 അനുസരിച്ച് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതിയുണ്ടാക്കി പൈസ കിട്ടാനുള്ള ആൾ. ഇവിടെ പൈസ കിട്ടാനുള്ള ആളെന്ന് പറയുന്നത് എ ആണ്. അപ്പൊ എ എന്താ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പേപ്പർ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് അതിനകത്ത് അദ്ദേഹം വിശദമായിട്ട് എഴുതി, ഇന്ന ദിവസം ഇത്രാം തീയതി എന്റെ കടയിൽ വന്ന് ഇത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പൊ യാതൊരു കണ്ടീഷനും ഇല്ലാതെ 3 മാസം കഴിയുമ്പോൾ ഈ പൈസ തന്നുകൊള്ളാം എന്നും പറഞ്ഞ് ഈ ക്രെഡിറ്റർ എന്ന് പറയുന്ന ആള്, പൈസ കിട്ടാനുള്ള ആള് ഒരു ബില്ല് എഴുതിയുണ്ടാക്കി. അതിനെ നമുക്ക് ബില്ലെന്ന് വിളിക്കാൻ പറ്റില്ല. ഇതിനെ വിളിക്കുന്ന പേര് ഡ്രാഫ്റ്റ് എന്നാണ്. കാരണം ഇത് ഈ പൈസ കിട്ടാനുള്ള ക്രെഡിറ്റർ അയാളുടെ ഇഷ്ടാനുസരണം എഴുതിയതാണ്. അങ്ങനെ എഴുതിയതിനു ശേഷം എന്താ ചെയ്ത, ഈ ഡ്രാഫ്റ്റ് നേരെ ഈ പറഞ്ഞിരിക്കുന്ന ഡെറ്റർ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ ഡെറ്റർ എന്താ ചെയ്തത്, ഇത് വായിച്ചു നോക്കി അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡെറ്റർ അതിന്റെ ഫേസിലോ ബാക്കിലോ ഒപ്പിടും. അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആയി മാറി. ഇത് സെക്ഷൻ 5 അനുസരിച്ച് എഴുതിയ ഒരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ച് ഇത് സെക്ഷൻ 5 അനുസരിച്ച് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി മാറി. അങ്ങനെയാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകുന്നത്. അപ്പൊ ഡ്രാഫ്റ്റ് അക്സെപ്റ്റൻസ് ആയി, അക്സെപ്റ്റൻസ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി. ഇനി എന്താ സംഭവം, ബില്ല് ഒപ്പിട്ട് ആരെ കയ്യിലിരിക്കുകയാണ്, ഡെറ്റർ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഡെറ്റർ കയ്യിൽ ഈ ബില്ല് വെച്ചേക്കാൻ പാടില്ല, കാരണം പൈസ കൊടുക്കേണ്ട അദ്ദേഹമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബില്ല് ഈ എഴുതിയ ആരാണോ അയാൾ ഇത് വാങ്ങിച്ച് വെച്ചേക്കും. ആരാണ്, ക്രെഡിറ്റർ ആണ് ഈ ബില്ല് എഴുതിയത്. അപ്പൊ ക്രെഡിറ്റർ ഈ ബില്ല് എന്ത് ചെയ്യും, വാങ്ങിച്ച് കൈവശം വെക്കും. അപ്പൊ ബില്ലിന്റെ പൈസ കിട്ടേണ്ട ആളെന്ന് പറയുന്നത് ഈ ബില്ല് എഴുതിയ ആള് ക്രെഡിറ്ററാണ്. അപ്പൊ ഇയാൾ സ്റ്റാറ്റസ് ഇപ്പം മാറി, അയാൾ ആരായി, ശരിക്കും ഡ്രോയറായി. അത് കഴിഞ്ഞ് ആർക്കാണോ ഈ ബില്ല് എഴുതിയത്, ബി എന്ന് പറയുന്ന കസ്റ്റമർക്കല്ലേ എഴുതിയത്, അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പൊ ഡ്രോയി ആയി. അപ്പൊ നേരത്തെ സാധനം വാങ്ങിച്ചപ്പോൾ സെല്ലറും ബയറുമായിരുന്നു, കടമായപ്പോഴത്തേക്ക് ഇത് ക്രെഡിറ്ററും ഡെറ്ററുമായി, ഇപ്പം ബില്ല് എഴുതിയപ്പോഴത്തേക്ക് ഡ്രോയറും ഡ്രോയിയുമായി. ഇങ്ങനെ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തില് ഈ ബില്ലിന്റെ പൈസ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് എക്കാണ്, ക്രെഡിറ്റർക്കാണ് കിട്ടേണ്ടത്. അപ്പൊ ക്രെഡിറ്റർക്ക് കിട്ടേണ്ടത് കൊണ്ട് അദ്ദേഹം ഇതിനെ ബിൽ റെസീവബിൾ എന്ന് വിളിക്കും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കാൾഡ് ബിൽ റെസീവബിൾ ഇൻ ദ കേസ് ഓഫ് എ ഡ്രോയർ. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയർ കേസിൽ എന്തുകൊണ്ടാണ് ബിൽ റെസീവബിൾ ആയെന്ന് ചോദിച്ചാൽ ഹി ഹാസ് ടു റിസീവ് ദ എമൗണ്ട്. അയാൾക്ക് ആ പൈസ കിട്ടണമെന്നുള്ളത് കൊണ്ട്, റിസീവ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് എന്ത് വിളിക്കും, അദ്ദേഹം ഇതിനെ വിളിക്കുന്ന പേര് ബിൽ റെസീവബിൾ എന്നാണ്. അതേസമയം ഇതിന്റെ പൈസ കൊടുക്കേണ്ടത് ആരാണ്, ഡ്രോയി ആണ്. ആ ഡ്രോയി എന്ന് പറയുന്ന ആൾ പൈസ കൊടുക്കണം. സോ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കാൾഡ് ബിൽ പേബിൾ ഇൻ ദ കേസ് ഓഫ് എ ഡ്രോയി ബിക്കോസ് ഹി ഹാസ് ടു പേ ദ എമൗണ്ട്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ബിൽ പേബിൾ എന്നാണ് ഡ്രോയി വിളിക്കുന്നത്. കാരണം ഇതിന്റെ പൈസ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇതിനെ ബിൽ പേബിൾ എന്ന് വിളിക്കും. ഇവിടെ നോക്കൂ, ബില്ല് റിസീവ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അസറ്റാണ്. അപ്പൊ ബിൽ റെസീവബിൾ ഈസ് ആൻ അസറ്റാ. അതേസമയം ഇത് കൊടുക്കേണ്ട ആളെന്ന് പറയുന്നത് അയാൾ ബിൽ പേബിൾ എന്നല്ലേ വിളിക്കുന്ന, പൈസ കൊടുക്കേണ്ട ആളാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ലയബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ബിൽ റെസീവബിൾ എന്ന് പറയുന്ന അസറ്റ് സൈഡിൽ വരും, ബിൽസ് പേബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി സൈഡിൽ വരും. ഇപ്പൊ ബിൽ റെസീവബിൾ അസറ്റാണ്, ബിൽ പേബിൾ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബില്ല് നിലവിൽ വരുന്നത്. അപ്പൊ എന്താണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വ്യക്തമായി ഇനി പറയാം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. എഴുതി പിടിപ്പിച്ചൊരു ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. A bill of exchange is an instrument in writing containing an unconditional order. അതിന്റെ ഒരു ക്യാരക്ടേഴ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ക്യാരക്ടറിസ് നമ്മൾ പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഇതിനകത്ത് യാതൊരു കണ്ടീഷനും വെക്കാൻ പാടില്ല. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ ഇത് എഴുതി ഉണ്ടാക്കി അയാൾ ഒപ്പിട്ടിരിക്കണം അതിനകത്ത്. സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്ടിങ് എ സർട്ടൻ പേഴ്സൺ. ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയിരിക്കണം, ഡയറക്ട് ചെയ്തിരിക്കണം. ടു പേ സർട്ടൻ സം ഓഫ് മണി ഓൺലി ടു. പൈസ മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുന്ന ഒരു ഡയറക്ഷനകത്ത് ഉണ്ടായിരിക്കണം. ഓർ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ ഇതാരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾക്ക് പൈസ കൊടുക്കണമെന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു എഴുതി ഉണ്ടാക്കുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 5 അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. But according to Section 5 of the Indian Negotiable Instrument Act 1881, a bill of exchange means an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or order or bearer of the instrument.
ആരുടെ കയ്യിലാണോ ഈ ബിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ഓർഡർ ചെയ്തിരിക്കുന്നത്, അയാൾക്ക് പൈസ മാത്രം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കണ്ടീഷനും ഇല്ലാതെ എഴുതിയാൽ ഒപ്പിട്ടുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതിയുണ്ടാക്കുന്ന ഒരു ഡോക്യുമെന്റ് നമ്മൾ വിളിക്കുന്ന പേര് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും വേണ്ട, പക്ഷേ ഇതിനകത്തുള്ള കണ്ടന്റുകൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ എവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലും അത് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5 ആണ്. അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു മീഡിയേറ്റർ ആണ് എന്ന് പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പൊ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോക്കൂ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് 3 പാർട്ടികളുണ്ട്. ദർ ആർ 3 പാർട്ടീസ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് 3 പാർട്ടികളുണ്ട്. ആരൊക്കെയാണ് ഈ 3 പാർട്ടികൾ എന്ന് പറയുന്നത്? ഒന്ന്, ദ ഡ്രോയർ. ആരാണ് ഈ ഡ്രോയർ എന്ന് പറയുന്ന? ദ മേക്കർ ഓഫ് ദ ബിൽ. ആരാണോ ഈ ബിൽ എഴുതിയുണ്ടാക്കിയത് അയാളെ വിളിക്കുന്ന പേര് ഡ്രോയർ എന്നാണ്. ദ പേഴ്സൺ ഹു ഡ്രോസ് എ ബിൽ ഈസ് കാൾഡ് ഡ്രോയർ. ആരാണോ ബിൽ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് അയാളെ വിളിക്കുന്ന പേര് ഡ്രോയർ എന്നും, ആർക്കാണോ ഈ ബിൽ എഴുതി ഉണ്ടാക്കിയത് അയാളെ വിളിക്കുന്ന പേര് ഡ്രോയി എന്നുമാണ്. ഇനിയോ ഇത് പേയ്മെന്റ് കൊടുക്കേണ്ട ഡ്രോയിക്ക് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ബില്ല് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾക്കാണ് പേയ്മെന്റ് നടത്തേണ്ടത്. അപ്പൊ ഡ്രോയി ആയിരിക്കത്തില്ല ഇപ്പോഴും പേയ് എന്ന് പറയുന്നത്. ആ സാഹചര്യം ഞാൻ പിന്നെ അങ്ങോട്ട് പറയാം. അപ്പൊ ഇവിടെ ബില്ലിന്റെ പേയ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഡ്യൂ ഡേറ്റിൽ പേയ്മെന്റ് കൊടുക്കേണ്ടത് ആ പേയ്മെന്റ് കൊടുക്കേണ്ട വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രോയി എന്നാണ്. സോ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹാസ് 3 പാർട്ടീസ്, ദ ഡ്രോയർ, ദ ഡ്രോയി ആൻഡ് പേയി. The drawer is a person who draws a bill of exchange, or the maker of a bill of exchange is called the drawer. The person to whom the bill is drawn is called a drawee, and the person to whom the payment is made on the due date is called a payee. ആർക്കാണോ പേയ്മെന്റ് കൊടുക്കേണ്ടത് അദ്ദേഹത്തെ നമ്മൾ പേയ് എന്ന് വിളിക്കും. അപ്പൊ ആരാണോ ബില്ല് എഴുതുന്നത് അയാളെ ഡ്രോയർ എന്നും, ആർക്കാണോ ബില്ല് എഴുതുന്നത് അയാളെ ഡ്രോയി എന്നും, ആർക്കാണോ ഡ്യൂ ഡേറ്റിൽ പേയ്മെന്റ് കൊടുക്കേണ്ടത് അയാളെ നമ്മൾ വിളിക്കുന്ന പേര് പേയ് എന്നാണ്. അതാണ് 3 പാർട്ടികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? എന്താണ് ഈ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഡേറ്റ്? ഇവിടെ നമ്മൾ എക്സാമ്പിൾ പ്രകാരം നമ്മൾ ബില്ല് എഴുതിയത്, ഒരു ബില്ല് എഴുതി അതിന്റെ 3 മാസത്തെ കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ 3 മാസത്തെ കാലാവധി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ജനുവരി 1-ാം തീയതിയാണ് ബില്ല് എഴുതിയെങ്കിൽ ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1-ാം തീയതി ബില്ലിന്റെ പൈസ കൊടുക്കണം. പക്ഷേ ഇവിടെ ഏപ്രിൽ 1-ാം തീയതി എന്ന് പറയുന്നതല്ല ഡ്യൂ ഡേറ്റ് ബില്ലിന്റെ. ബില്ലിനൊരു പ്രത്യേകതയുണ്ട്. എത്ര മാസത്തേക്ക് നമ്മൾ എഴുതിയാലും ശരി തന്നെ അഡീഷണൽ ആയിട്ട് ഒരു 3 ദിവസം കൂടെ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്ക് എഴുതിയാൽ 1 മാസവും 3 ദിവസവും, 2 മാസത്തേക്ക് എഴുതിയാൽ 2 മാസവും 3 ദിവസവും. അപ്പൊ എത്ര മാസത്തേക്കാണോ നമ്മൾ ബില്ല് എഴുതുന്നത് ആ ബില്ല് എഴുതുന്നതിന്റെ കൂടെ 3 അഡീഷണൽ ഡേയ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ 3 അഡീഷണൽ ഡേയ്സിനെ വിളിക്കുന്ന പേര് ഗ്രേസ് ഓഫ് ഡേയ്സ് എന്നാണ്. So the extra days allowed by the drawer to the drawee for calculating the due date is called days of grace. ഒരു ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് കണക്കാക്കുന്ന സമയത്ത് ആ ബില്ലിന്റെ കാലാവധിയോടൊപ്പം 3 അഡീഷണൽ ഡേയ്സ് കൂടെ കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്നാണ്. ഇപ്പൊ ഇവിടെ ജനുവരി 1-ാം തീയതി എഴുതിയ ബില്ല് 3 മാസം എന്ന് പറയുമ്പോൾ 3 മാസവും 3 ദിവസവുമാണ്. അപ്പൊ ജനുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി 1-ാം തീയതി വരെ 1 മാസം, ഫെബ്രുവരി 1 മുതൽ മാർച്ച് 1 വരെ 2 മാസം, മാർച്ച് 1 മുതൽ ഏപ്രിൽ 1 വരെ 3 മാസം. ഇനി 3 ദിവസം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഏപ്രിൽ 4 അപ്പൊ ഏപ്രിൽ 4 എന്ന് പറയുന്നതാണ് അതിന്റെ മെച്ചൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ്. അതാണ് ഡ്യൂ ഡേറ്റ്. അപ്പൊ ഡ്യൂ ഡേറ്റ് മനസ്സിലായല്ലോ. എന്താണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന? ഡ്യൂ ഡേറ്റ് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെന്റ് ഈസ് ടു ബി മെയ്ഡ്. എന്നാണോ ഈ പേയ്മെന്റ് കൊടുക്കേണ്ടത് ആ പേയ്മെന്റ് കൊടുക്കുന്ന ഡേറ്റിനെ വിളിക്കുന്ന പേര് ഡ്യൂ ഡേറ്റ് അഥവാ മെച്ചൂരിറ്റി ഡേറ്റ് എന്നാണ്. അപ്പൊ ആ 3 ദിവസം അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്നാണ്. അപ്പൊ നമുക്ക് മെച്ചൂരിറ്റി ഡേറ്റും മനസ്സിലായി, ഡേയ്സ് ഓഫ് ഗ്രേസും മനസ്സിലായി. ഇനി അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്യൂ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ബില്ലിരിക്കുന്നത് ഡ്രോയറുടെ കയ്യിലാണ്. ഇതൊരു വാല്യുബിൾ ഡോക്യുമെന്റ് ആണ്. ഇത് സെക്ഷൻ 5 അനുസരിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ച് എഴുതി ഉണ്ടാക്കിയ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രോയിയെ സംബന്ധിച്ചിടത്തോളം ഡ്രോയിയെ പറയുന്ന ഡേറ്റിൽ തന്നെ പൈസയുമായി വന്ന് ഡ്രോയർക്ക് പൈസ കൊടുത്തു, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾക്ക് പൈസ കൊടുത്തു ഈ ബില്ല് എടുത്തുകൊണ്ട് പോകും. പറഞ്ഞത് മനസ്സിലായി? അപ്പൊ അങ്ങനെ ഡ്യൂ ഡേറ്റിൽ ഡ്രോയർക്ക് പൈസ കൊടുത്ത് ബില്ല് തിരിച്ചു വാങ്ങിച്ചാൽ അത് നമ്മൾ വിളിക്കുന്ന പേര് ബില്ല് മെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബില്ല് ഓണർ ചെയ്തു എന്നാണ്. ബില്ല് ഡ്യൂ ഡേറ്റിൽ മെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിൽ എന്ത് ചെയ്തു അത് ഓണർ ചെയ്തു എന്നാണ്. വെൻ ദ ഡ്രോയി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേക്ക് പേയ്മെന്റ് ഓൺ ദ ഡ്യൂ ഡേറ്റ് ഈസ് കാൾഡ് ദ ഓണറിംഗ് ഓർ മെറ്റ് ഓഫ് എ ബിൽ. ബിൽ മെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ ബില്ല് യഥാർത്ഥത്തില് ഈ ബില്ല് എഴുതി ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്ത, ഡ്രോയിക്ക് വേണമെങ്കിൽ ഈ ബില്ലിന്റെ പേയ്മെന്റ് നേരത്തെ കൊടുക്കാം. അതല്ല, ഡ്രോയിയെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല, ഈ 3 മാസത്തിനും കൊടുക്കാൻ പറ്റത്തില്ല, ഒരു ഫർദർ പീരീഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം.
അതല്ല എങ്കിൽ ഡ്യൂ ഡേറ്റിൽ എന്ത് ചെയ്യാം? ഈ ബില്ല് കൊടുക്കാതിരിക്കാം. അങ്ങനെ ഒരു ബില്ല് ഡ്യൂ ഡേറ്റിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാ? ബില്ല് ഓണർ ചെയ്യാം, പൈസ കൊടുക്കാതിരുന്നാൽ അത് ഡിസോണർ ആവാം. അതല്ല നേരത്തെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് റിട്ടയറിംഗ് ഓഫ് എ ബിൽ എന്ന് പറയാം. അതൊന്ന് പുതുക്കി വാങ്ങുകയാണെങ്കിൽ അതിന് റിന്യൂവൽ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. അപ്പോൾ ഒരു ഡ്യൂ ഡേറ്റിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന 4 കണ്ടീഷൻസ് ആണ്. ഒന്ന്, ഡ്യൂ ഡേറ്റിൽ ഡ്രോയി പൈസ കൊടുക്കുന്നു, ബിൽ ഓണർ ചെയ്തു. 2, ഡ്യൂ ഡേറ്റിൽ പൈസ കൊടുക്കാൻ വിസമ്മതിച്ചു, അതിനെ വിളിക്കുന്ന പേര് ഡിസോണറിങ്. 3-ാമത്തെ കേസ് എന്താ? പുതിയ ബില്ല് എഴുതി തരണം, പഴയത് ക്യാൻസൽ ചെയ്ത് ഒരു ഫർദർ പീരീഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറയുന്നത് റിന്യൂവൽ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 4-ാമത്തെ കേസ് ഡ്യൂ ഡേറ്റിൽ പൈസ ശരിക്കും കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പൈസ കിട്ടി ഡ്രോയി ആ പേയ്മെന്റ് നേരത്തെ കൊടുത്താൽ റിട്ടയറിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പൊ നമുക്ക് ഈ 4 കേസുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ മെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓണർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഡ്യൂ ഡേറ്റിൽ ഡ്രോയി പൈസ കൊടുത്താൽ ഓണർ ചെയ്തു. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഡ്രോയിക്ക് മനസ്സിലായി തീർച്ചയായും എനിക്ക് 3 മാസം ആകുമ്പോഴത്തേക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 മാസം അല്ലെങ്കിൽ അതിന്റെ പീരീഡിനകത്ത് വെച്ച് ഡ്രോയറെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പൈസ തരാൻ കഴിയത്തില്ല, അതുകൊണ്ട് എനിക്ക് ഒരു പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ഡ്രോയി നോർമലായി അത് സമ്മതിക്കും. അപ്പൊ ഡ്രോയർ എന്താ ചെയ്യുന്നത്? ഡ്രോയർ ഈ ബില്ല് വാങ്ങുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ട് ഒരു പുതിയ ബില്ല് എഴുതി ഒരു പുതിയ പീരീഡിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിന്യൂവൽ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇവിടെ എന്താ സംഭവിച്ചത്? ദ ഡ്രോയർ ക്യാൻസൽ ദ എക്സിസ്റ്റിംഗ് ബിൽ ആൻഡ് റൈറ്റ് എ ന്യൂ ബിൽ ഇൻസ്റ്റെഡ് ഓഫ് ദ ഓൾഡ് ബിൽ. ഓൾഡ് ബില്ലിന്റെ സ്ഥാനത്ത് ഒരു പുതിയ ബില്ല് ഡ്രോയിക്ക് കൊടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേര് റിന്യൂവൽ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. അതാണ് 2-ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി 3-ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രോയിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 മാസം പീരീഡ് പോകുന്നില്ല. ഡ്രോയിക്ക് നേരത്തെ പൈസ കിട്ടി. ഡ്രോയറെ സമീപിച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ പൈസയുണ്ട്, അപ്പൊ നിങ്ങൾ ഈ ബില്ല് തിരിച്ചു തരണം, പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഡ്രോയർക്ക് സന്തോഷമായി. ഡ്രോയർ എന്ത് ചെയ്യും? ബില്ല് തിരികെ കൊടുക്കും, ക്യാഷ് വാങ്ങിക്കും. അപ്പൊ പീരീഡിന് മുമ്പാണ് കിട്ടുന്നത്. അതിനെ വിളിക്കുന്ന പേര് റിട്ടയറിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. ആ കണ്ടീഷൻ വിളിക്കുന്ന പേര് റിട്ടയറിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. ഇത് ഡ്രോയർക്ക് ഒരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നേരത്തെ പൈസ തന്നതുകൊണ്ട് തന്നെ ഡ്രോയിക്ക് ഒരു ചെറിയ ഇളവ് അനുവദിച്ചു കൊടുക്കും. റിട്ടയർ ചെയ്യുന്ന സമയത്ത്, ബില്ല് റിട്ടയറിംഗ് നടക്കുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് അങ്ങനെ ഒരു ശരിക്കും ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഇളവ് കൊടുക്കും. ആ ഇളവ് കിട്ടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ഇളവിനെ നമ്മൾ വിളിക്കുന്ന പേര് റിബേറ്റ് എന്നാണ്. അപ്പൊ റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രോയറടുത്ത് ബില്ല് കൊണ്ട് ചെന്ന് നേരത്തെ പീരീഡ് ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് ക്യാൻസൽ ചെയ്തു, പൈസ കൊടുത്ത ബില്ല് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഡ്രോയിക്ക് അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു കൺസെഷൻ വിളിക്കുന്ന പേര് റിബേറ്റ് എന്നാണ്. അങ്ങനെ 3 രീതിയിൽ നമ്മൾ ബില്ല് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ബില്ല് ഡ്യൂ ഡേറ്റിൽ നമ്മൾ മെറ്റ് ചെയ്തു. ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആയിട്ടും ഡ്രോയി എന്ത് ചെയ്തില്ല? ഈ ബില്ലിന്റെ പൈസ കൊടുത്തില്ല. When the drawee of a bill of exchange refused to pay the amount of the bill on the due date. ഡ്യൂ ഡേറ്റ് ആവുന്ന ദിവസം ഡ്രോയി എന്ന് പറയുന്ന ആള് ആ ബില്ലിന്റെ പേയ്മെന്റ് കൊണ്ടുവന്ന് കൊടുത്തില്ല. ഡ്യൂ ഡേറ്റ് ആയിട്ടും ബില്ലിന്റെ പൈസ കൊടുക്കാൻ ഡ്രോയി വിസമ്മതിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസോണറിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പൊ ഡിസോണറിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, സോ ദ ഡ്രോയി refused to pay the amount of the bill on the due date is called a dishonoring of a bill of exchange. ഇവിടെ നമുക്കറിയാം ഡിസോണറിംഗ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഡ്രോയറെ സംബന്ധിച്ചിടത്തോളം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ബില്ല് ഇല്ലാതായും, ആ ബില്ലുകൊണ്ട് ഒരു പ്രയോജനമില്ലാതാവും. അതുകൊണ്ട് ഡ്രോയർ വെറുതെ ഇരിക്കത്തില്ല. ഡ്രോയർ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ബില്ല് ഡിസോർഡറായി ഡ്രോയി ഇതിന്റെ പേയ്മെന്റ് നടത്തിയില്ല എങ്കിൽ ഡ്രോയർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലീഗൽ ആക്ഷൻസ് എടുക്കും, അതിന്റെ നടപടികൾ എടുക്കും. അതിനുവേണ്ടി ഡ്രോയർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോയർ ഇതെന്ത് ചെയ്യും? ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കും. ഈ ബില്ല് ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ബില്ലിന്റെ ലീഗൽ പ്രൊസീഡിംഗ്സ് ആരംഭിക്കും. വെൻ എ ബിൽ ഈസ് ഡിസോണേഡ്, അങ്ങനെ ഒരു ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ ബിൽ ഈസ് എൻട്രസ്റ്റഡ് ടു ആൻ അഡ്വക്കേറ്റ്. അവർ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിനെ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ബില്ല് ഏൽപ്പിക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ് നേരെ ഈ ബില്ലുമായിട്ട് ഡ്രോയിയുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഡ്രോയിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഡ്രോയിയുടെ അടുത്ത് കാരണം ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ബില്ല് ഡിസോണർ ആയത്? അല്ലെ, ദ ലീഗൽ അഡ്വൈസർ ഓർ ദ ലീഗൽ ഓഫീസർ എൻക്വയർഡ് അബൌട്ട് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഡിസോണർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആവാനുള്ള കാരണം എന്താണെന്ന് തിരക്കും. ആ കാരണം ജെന്യൂൻ ആണെങ്കിൽ ആ കാരണം ആ ബില്ലിന്റെ ബാക്കിലോ ഫേസിലോ അദ്ദേഹം എഴുതി ചേർക്കാം. അങ്ങനെ ഫേസിലോ ബാക്കിലോ എഴുതി ചേർക്കുന്നതിന് വിളിക്കുന്ന പേരാണ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് നോട്ടിംഗ് എന്നാണ്. എന്നിട്ട് ബില്ല് ഡിസോർഡർ ആയി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റിനെ വിളിക്കുന്ന പേര് പ്രൊട്ടസ്റ്റ് എന്നാണ്.
അപ്പൊ എന്താണ് പ്രൊട്ടസ്റ്റ്, എന്താണ് നോട്ടിംഗ് എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു ബില്ല് ഡിസോർഡർ ആവുന്ന സമയത്ത് ആ ബില്ല് ഒരു ലീഗൽ ഓഫീസർ അപ്പോയിന്റ് ചെയ്തു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു. അദ്ദേഹം നേരെ ഡ്രോയെ സമീപിച്ചു. ഈ ബില്ല് ഡിസോർഡർ ആവാനുള്ള കാരണം തിരക്കി. അതിന്റെ കാരണം ജെന്യൂൻ ആയിട്ടുള്ള കാരണം ബില്ലിന്റെ ഫേസിലോ ബാക്കിലോ അദ്ദേഹം എന്ത് ചെയ്തു, നോട്ട് ചെയ്തു. അങ്ങനെ എഴുതുന്ന പ്രൊസീജിയർ എന്ന് വിളിക്കുന്ന പേര് നോട്ടിംഗ് എന്നാണ്. എന്നിട്ട് എന്താ ചെയ്ത, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്തു, അതിനൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെ പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കും. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്ത വക്കീല അല്ലെങ്കിൽ ലീഗൽ ഓഫീസർ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, ഈ നോട്ടറി പബ്ലിക് എന്നാണ്. നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അഡ്വക്കേറ്റാണ്. അപ്പൊ അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹം ചെയ്യുന്ന ഈ സേവനത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കുന്ന ചാർജിന് വിളിക്കുന്ന പേര് നോട്ടിംഗ് ചാർജ് എന്നാണ്. ഈ നോട്ടിംഗ് ചാർജ് കൊടുക്കുന്നത് ആരാണ്, ഡ്രോയറാണ്. യഥാർത്ഥത്തിൽ ഡ്രോയുടെ കാരണം കൊണ്ടാണ് ഈ നോട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടി വന്നത്. ഇപ്പൊ കൊടുത്തു എങ്കിലും ഫ്യൂച്ചറിൽ നോട്ടിംഗ് ചാർജ് ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കും, ഡ്രോയുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അതും പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ടിംഗ് ചാർജ് വിൽ ബി പെയ്ഡ് ബൈ ദ ഡ്രോയർ. ഡ്രോയറാണ് ഇത് കൊടുക്കുന്ന. ഇറ്റ് വിൽ ബി കളക്ടഡ് ലേറ്റ്ലി ഫ്രം ദ ഡ്രോയി. അത് ഡ്രോയിയുടെ കയ്യിൽ നിന്ന് അടുത്ത ബില്ലിന്റെ കൂടെ അല്ലെങ്കിൽ അതിന്റെ ലീഗൽ ചാർജസും കൂടെ ചേർത്ത് അത് ഡ്രോയിയുടെ കയ്യിൽ നിന്ന് ഈടാക്കിക്കൊള്ളും. ഇങ്ങനെയാണ് ഡിസോണറിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബില്ല് ഡ്യൂ ഡേറ്റിൽ പൈസ കൊടുത്താൽ മെറ്റ് ചെയ്തു. ഡ്യൂ ഡേറ്റിന് മുമ്പ് പൈസ കൊടുത്താൽ അത് റിട്ടയറിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അങ്ങനെ റിട്ടയറിംഗ് വരുന്ന സമയത്ത് ഒരു ചെറിയ ഇളവ് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേര് റിബേറ്റ് എന്നാണ്. അത് കൂടാതെ എന്താ സംഭവിച്ച റിന്യൂവൽ എന്ന് പറയുന്നത് ഡ്രോയ്ക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല സമയത്തെങ്കിൽ പുതിയ ബില്ല് എഴുതി വാങ്ങുന്നതിനെ വിളിക്കുന്ന പേര് റിന്യൂവൽ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. എന്നാൽ ഡ്യൂ ഡേറ്റിൽ ഡ്രോയി പൈസ കൊടുക്കാൻ വിസമ്മതിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ഡിസോണറിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. അങ്ങനെ 4 കണ്ടീഷനിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു ബില്ല് എഴുതിയിട്ട് 3 മാസം വരെ കാത്തിരിക്കണം ഡ്രോയർ പൈസ കിട്ടാൻ. ഈ സാഹചര്യത്തിൽ ഡ്രോയർക്ക് ബില്ലിന്റെ ഡ്യൂ ഡേറ്റിന് മുമ്പ് പൈസ വേണമെന്ന ആവശ്യം വന്നാൽ ഡ്രോയർ എന്താ ചെയ്യുമെന്ന് ചോദിച്ചാൽ തന്റെ ബാങ്കിനെ സമീപിക്കും. അപ്പൊ തന്റെ ബാങ്കിനെ സമീപിച്ച് ഡ്യൂ ഡേറ്റിന് മുമ്പ് ഈ ബില്ല് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്ന പ്രൊസീജിയർ എന്ന് വിളിക്കുന്ന പേര് ഡിസ്കൌണ്ടിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. ഇതൊരു വാല്യുബിൾ ഡോക്യുമെന്റ് ആണ്, ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ബാങ്കിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഡ്യൂ ഡേറ്റിന് മുമ്പ് പൈസയാക്കി മാറ്റുന്ന പ്രൊസീജിയർ എന്ന് വിളിക്കുന്ന പേര് ഡിസ്കൌണ്ടിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്. സോ ഡിസ്കൌണ്ടിംഗ് ഈസ് എ പ്രോസസ് ഓഫ് റിസീവിംഗ് പേയ്മെന്റ് ബൈ ട്രാൻസ്ഫറിംഗ് ദ ബിൽ ഇൻ ടു ദി ബാങ്ക്. ബില്ല് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പൈസ സെക്യൂർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡിസ്കൌണ്ടിംഗ് എന്നാണ്. ബാങ്ക് അഡ്വാൻസ് ആയിട്ട് ഇത് ചാർജ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ബാങ്ക് ഒരു ചാർജ് ഈടാക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ഈടാക്കും. അതിനെ വിളിക്കുന്ന പേര് ഡിസ്കൌണ്ട് എന്നാണ്. അപ്പൊ ഈ ഡിസ്കൌണ്ട് ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും, ഡ്രോയർ ആയിരിക്കും. ഇതാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏത് സെക്ഷൻ അനുസരിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 5 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ആണ്. എന്താണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചത്? എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ signed by the maker directing a certain person to pay a sum of money only to or order or bearer of the instrument. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് എത്ര പാർട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ 3 പാർട്ടികളാണ്. ബില്ല് എഴുതി ഉണ്ടാക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് ഡ്രോയർ. The person who draws a bill is called a drawer, and the person to whom the bill is drawn is called a drawee, and the person to whom the payment is made on the due date is called the payee എന്ന് പറഞ്ഞു. എന്താണ് ഡ്യൂ ഡേറ്റ് ഓർ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്? The date on which the payment is to be made. അങ്ങനെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 3 extra days allowed by the drawer to the drawee is called days of grace. അതും നമ്മൾ പറഞ്ഞു. ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് പല രീതിയിൽ അതിനെ എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡ് ഓണറിംഗ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഡ്യൂ ഡേറ്റിൽ ഡ്രോയി പൈസ കൊടുത്താൽ അത് ബില്ല് മെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഓണറിംഗ് എന്ന് പറഞ്ഞു. ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് പുതുക്കി വാങ്ങിച്ചാൽ അതിന് റിന്യൂവൽ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു. ഡ്യൂ ഡേറ്റിന് മുമ്പ് ഡ്രോയി പൈസ കൊടുത്ത് ബില്ല് ഡിസ്ചാർജ് ചെയ്താൽ അതിനെ റിട്ടയറിംഗ് എന്ന് വിളിച്ചു. ആ സാഹചര്യത്തിൽ ഡ്രോയിക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഇളവിനെ വിളിക്കുന്ന പേര് റിബേറ്റ് എന്നാണ്. 4ാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ബില്ല് ഡിസോണർ ആയിപ്പോയി. ഡ്യൂ ഡേറ്റില് ഡ്രോയി ബില്ലിന്റെ പൈസ കൊടുത്തില്ല. അങ്ങനെ വന്നാൽ ബില്ല് ഡിസോണർ ആയിപ്പോയി. അതും നമ്മൾ പറഞ്ഞു. അപ്പൊ നോട്ടറി പബ്ലിക്കിനെ ഈ ബില്ല് ഏൽപ്പിക്കുന്നു. നോട്ടറി പബ്ലിക് ഡ്രോയിയെ സമീപിക്കുന്നു. ഡ്രോയി അതിന്റെ കാരണങ്ങൾ പറയുന്നു. അത് അതിനകത്ത് എഴുതി ചേർക്കുന്നു. അത് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ കോസസ് ഓഫ് ഡിസോണർ ഓഫ് എ ബിൽ ഈസ് കാൾഡ് നോട്ടിംഗ്, and the notary public issued a certificate is called a protest. അങ്ങനെ ചെയ്യുന്ന സർവീസിന് വേണ്ടി നോട്ടറി പബ്ലിക്കിന്റെ ചാർജിനെ നോട്ടിംഗ് ചാർജസ് എന്ന് വിളിക്കും.
ഇത് കൊടുക്കേണ്ടത് ഡ്രോയറാണ്. ദാറ്റ് വിൽ ബി കളക്ടഡ് ഫ്രം ദ ഡ്രോയി ലേറ്റ്ലി നമ്മൾ ഡ്രോയിയുടെ കയ്യിൽ നിന്ന് അത് കളക്ട് ചെയ്യും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. പല ടൈപ്പിലുള്ള ബില്ലുകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് ആ ബില്ലുകൾ? ഒന്നാമത്തെ ബില്ലിനെ വിളിക്കുന്ന പേര് സൈറ്റ് ബില്ലെന്നാണ്. ഒരു ബില്ലെന്ന് പറയുന്നത് സൈറ്റ് ബില്ലാണ്. എന്താണ് ഈ സൈറ്റ് ബില്ല് എന്ന് നമ്മൾ പറയുന്നത്? സോ സൈറ്റ് ബിൽസ് ആർ ദ ബിൽസ് വിച്ച് ആർ പേബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ചെയ്യുമ്പം അതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ട ബില്ലിനെ വിളിക്കുന്ന പേര് സൈറ്റ് ബില്ലെന്നാണ്. അപ്പൊ സൈറ്റ് ബില്ല് മീൻസ് ദ ബിൽസ് വിച്ച് ആർ പേബിൾ ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്ന ബില്ലിനെ വിളിക്കുന്ന പേര് സൈറ്റ് ബില്ലെന്നാണ്. ഇനി രണ്ടാമത്തെ ബില്ലിനെ വിളിക്കുന്ന പേര് യൂസൻസ് ബിൽ അഥവാ ടൈം ബില്ലെന്നാണ്. ടൈം ബിൽ അല്ലെങ്കിൽ യൂസൻസ് ബിൽ എന്നാണ്. എന്താണ് ഈ യൂസൻസ് ബിൽ എന്ന് പറയുന്നത്? ദ ബിൽസ് പേബിൾ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. ആ ബില്ലിൽ നമ്മളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ആ പീരീഡിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ പൈസ കൊടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ടൈം ബിൽ അല്ലെങ്കിൽ യൂസൻസ് ബില്ല് എന്നാണ്. അതാണ് രണ്ടാമത്തെ ബില്ല് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ സൈറ്റ് ബില്ലായി, രണ്ടാമത്തെ ടൈം ബിൽ അല്ലെങ്കിൽ യൂസൻസ് ബില്ലായി. ഇനി മൂന്നാമത്തെ ബില്ലാണ് ഡോക്യുമെന്ററി ബിൽ. അപ്പൊ എന്താണ് ഈ ഡോക്യുമെന്ററി ബിൽ എന്ന് പറയുന്നത്? എ ബിൽ വിച്ച് ഈസ് അക്കമ്പനീഡ് ബൈ എ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ആർ കാൾഡ് ഡോക്യുമെന്ററി ബിൽസ്. ഏതെങ്കിലും ഗുഡ്സിന്റെ ടൈറ്റിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അക്കമ്പനി ചെയ്തുകൊണ്ട് ഒരു ബില്ല് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡോക്യുമെന്ററി ബിൽ. എ ബിൽ അക്കമ്പനീഡ് ബൈ എ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. ഒരു ബില്ലിനകത്ത് ടൈറ്റിൽ ഓഫ് ഗുഡ്സിന്റെ ഡോക്യുമെന്റ്സും കൂടെ ആഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡോക്യുമെന്ററി ബില്ലാണ്. അങ്ങനെ ഒരു ഡോക്യുമെന്റും വയ്ക്കാത്ത ബില്ലിനെ വിളിക്കുന്ന പേര് ക്ലീൻ ബിൽ എന്നാണ്. അതാണ് നാലാമത്തെ ബില്ല്. ഒരു ബില്ലിനകത്ത് നമ്മൾ ടൈറ്റിൽ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റും വെച്ചിട്ടില്ല എങ്കിൽ ആ ബില്ലിനെ വിളിക്കുന്ന പേര് ക്ലീൻ ബില്ല് എന്നാണ്. അപ്പൊ 4 ടൈപ്പ് ബില്ലായി. ഒന്നാമത്തെ ബില്ലിനെ നമ്മൾ സൈറ്റ് ബില്ലെന്ന് പറഞ്ഞു. ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് നടത്തുന്നതാണ് സൈറ്റ് ബില്ലെന്ന് പറയുന്നത്. ബില്ല് ആ സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞ് പേയ്മെന്റ് നടത്തുന്നതിന് വിളിക്കുന്ന പേര് ടൈം ബിൽ അല്ലെങ്കിൽ യൂസൻസ് ബിൽ എന്നാണ്. ഒരു ബില്ലിനകത്ത് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഈ ഡോക്യുമെന്ററി ബിൽ എന്നാണ്. അങ്ങനെ ഒരു ഡോക്യുമെന്റും ഇല്ലാത്ത ബില്ലിനെ ക്ലീൻ ബിൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ബില്ല് ട്രേഡ് ബില്ലാണ്. എന്താണ് ഈ ട്രേഡ് ബിൽ എന്ന് പറയുന്നത്? ബിൽസ് വിച്ച് ആർ ഡ്രാൻ ഫ്രം എ ജെന്യൂൻ ട്രേഡ് ട്രാൻസാക്ഷൻ. യഥാർത്ഥ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ, കൺസിഡറേഷനുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷന് വേണ്ടി ബിൽ എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേര് ട്രേഡ് ബില്ല് എന്നാണ്. എന്നാൽ ആറാമത്തെ ഒരു ബില്ലുണ്ട്, അക്കോമഡേഷൻ ബിൽ അല്ലെങ്കിൽ കൈറ്റ് ബിൽ അല്ലെങ്കിൽ വിൻഡ് ബിൽ അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് ബിൽ. 4 പേരുകൾ അറിയപ്പെടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്കോമഡേഷൻ ബില്ലുണ്ട്, കൈറ്റ് ബിൽ അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് അല്ലെങ്കിൽ വിൻഡ് ബിൽ എന്നറിയപ്പെടുന്ന ഒരു ബില്ല്. എന്താ സംഭവം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രാൻ ആൻഡ് അക്സെപ്റ്റഡ് വിത്തൌട്ട് എനി ജെന്യൂൻ ട്രാൻസാക്ഷൻസ്. ഒരു ജെന്യൂൻ ട്രാൻസാക്ഷൻ ഇല്ലാതെ തന്നെ ഒരു ബില്ല് എഴുതി അക്സെപ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര്, അങ്ങനെയുള്ള ബില്ലിനെ വിളിക്കുന്ന പേര് അക്കോമഡേഷൻ ബില്ല് എന്നാണ്. ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ അക്കോമഡേഷന് വേണ്ടിയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡ്രാൻ ആൻഡ് അക്സെപ്റ്റഡ് വിത്തൌട്ട് എനി കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷനും ഇല്ലാതെ പരസ്പര സഹായത്തിന് വേണ്ടി ബില്ല് എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് അക്കോമഡേഷൻ ബില്ല് എന്നാണ്. അപ്പൊ ജെന്യൂൻ അല്ല ബില്ലെന്ന് പറയുന്നത്. അപ്പൊ ജെന്യൂൻ ട്രേഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് എഴുതുന്നതിനെ വിളിക്കുന്ന പേര് ട്രേഡ് ബില്ലെന്നും, അങ്ങനെ യാതൊരു കൺസിഡറേഷനും ഇല്ലാതെ ഒരു മ്യൂച്വൽ അക്കോമഡേഷന് വേണ്ടി എഴുതുന്ന ബില്ലിനെ വിളിക്കുന്ന പേരാണ് അക്കോമഡേഷൻ ബിൽ. അതിന്റെ മറ്റൊരു പേരാണ് കൈറ്റ് ബിൽ അല്ലെങ്കിൽ വിൻഡ് ബിൽ അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് ബില്ല് എന്ന് നമ്മൾ വിളിച്ചു. അപ്പൊ ഇവിടെ സൈറ്റ് ബില്ലായി, ടൈം ബിൽ അല്ലെങ്കിൽ യൂസൻസ് ബില്ലായി, ഡോക്യുമെന്ററി ബില്ലായി, ദെൻ ക്ലീൻ ബില്ലായി, ട്രേഡ് ബില്ലായി, അക്കോമഡേഷൻ ബില്ല്, അതിന്റെ മറ്റു പേരെന്താണ് കൈറ്റ് ബിൽ, ഫിക്ടീഷ്യസ് അല്ലെങ്കിൽ വിൻഡ് ബിൽ. ഇനി ഏഴാമത്തെ ഒരു ബില്ലുണ്ട്, അതിനെ വിളിക്കുന്ന പേര് എസ്ക്രോ എന്നാണ്. എന്താണ് ഈ എസ്ക്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബിൽ ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഒരു ബില്ല് ഡെലിവർ ചെയ്യുന്നത് കണ്ടീഷന്റെ ബേസിലാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെയുള്ള ബില്ലിനെ വിളിക്കുന്ന പേര് എസ്ക്രോ ബില്ലെന്നാണ്. അതാണ് എസ്ക്രോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബില്ലുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ബില്ലെന്ന് പറയുന്നത് ഇൻലാൻഡ് ബില്ലാണ്. എന്താ ഇൻലാൻഡ് ബിൽ എന്ന് പറയുന്നത്? എ ബിൽ which is drawn in India for a person residing in India, whether payable in or outside India, or drawn in India on a person outside India but payable in India. നമുക്കറിയാം ഇൻലാൻഡ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് കിടന്ന് കറങ്ങുന്ന ബില്ലാണ്. അപ്പൊ ഇന്ത്യക്ക് അകത്തുള്ള ഒരാളിന് വേണ്ടി ഒരു ബില്ല് നമ്മൾ എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻലാൻഡ് ബിൽ എന്ന് പറയുന്നത്. എ ബിൽ വിച്ച് ഈസ് ഡ്രാൻ എ പേഴ്സൺ ഇൻ ഇന്ത്യ.
ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളൊരു ബില്ല് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേര് ഇൻലാൻഡ് ബില്ലെന്നും, എന്നാൽ ഒരു ബില്ല് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളിന് വേണ്ടിയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫോറിൻ ബില്ലെന്നുമാണ്. അപ്പൊ രണ്ട് ബില്ലുകളായി, ഇൻലാൻഡ് ബില്ല് ആൻഡ് ഫോറിൻ ബില്ല്. എന്താണ് ഇൻലാൻഡ് ബില്ല് എന്ന് പറയുന്ന? എ ബിൽ വിച്ച് ഈസ് ഡ്രാൻ ഇൻ ഇന്ത്യ ഫോർ എ പേഴ്സൺ റിസൈഡിംഗ് ഇൻ ഇന്ത്യ. എന്താ ഫോറിൻ ബില്ല് എന്ന് പറയുന്നത്? എ ബിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ഓൺ എ പേഴ്സൺ റിസൈഡിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കകത്തുള്ള ഒരു പേഴ്സണിന് വേണ്ടി ഔട്ട്സൈഡ് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എഴുതുന്ന ബില്ലിനെ വിളിക്കുന്ന പേര് ഫോറിൻ ബില്ലെന്നാണ്. അത് കൂടാതെ നമുക്കൊരു ബില്ലും കൂടെ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ഹുണ്ടി എന്നാണ്. എന്താ ഹുണ്ടി എന്ന് പറയുന്നത്? ഹുണ്ടി ഈസ് ആൻ ഇന്ത്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇതൊരു ഇന്ത്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഇത് വെർണാക്കുലർ ലാംഗ്വേജിൽ എഴുതുന്ന ബില്ലാണ്. ഈ ബില്ലുകളൊക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് എക്സ്ചേഞ്ച് ചെയ്യുന്ന സംഭവമാണ്. മീഡിയേറ്റർ ആയി നിൽക്കുന്നതാണ് ഹുണ്ടി എന്ന് പറയുന്നത്. ഇത് വെർണാക്കുലർ ലാംഗ്വേജ്, അതായത് ലോക്കൽ ലാംഗ്വേജിൽ എഴുതുന്ന ബില്ലുകളെയാണ് നമ്മൾ ഹുണ്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. അപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ടൈപ്സ് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതെങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, അതിന്റെ ടൈപ്സ് ഓഫ് ബില്ല് എന്തൊക്കെയാണ്, ആ വിവരങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് സെക്ഷൻ 5 അനുസരിച്ചുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്ന ബില്ല് കൂടാതെ സെക്ഷൻ 6 എന്താണ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്കും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ എന്താണ് ചെക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെക്ക് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 6 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. 1881 സെക്ഷൻ 6 അനുസരിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ചെക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രാൻ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ഇത് വളരെ രസകരമായ സംഭവമാണ്. എന്താ നമ്മളിവിടെ പറഞ്ഞേക്കുന്ന, ഇവിടെ നമ്മളൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡ്രോയി എന്ന് പറയുന്നത് എപ്പോഴും ബാങ്കാണ്. എപ്പോഴും ഒരു ബാങ്കിന് വേണ്ടി മാത്രമേ നമുക്കിവിടെ ഒരു ചെക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ എഴുതുന്ന ഒരു സ്പെസിഫൈഡ് ബാങ്കറിനാണ്. ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് അല്ലാതെ ഇത് കൊടുക്കണമെന്ന് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് വിളിക്കുന്ന പേര് ചെക്കെന്ന. അപ്പൊ ചെക്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. പക്ഷെ എന്തുകൊണ്ട് ചെക്കായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ സ്പെസിഫൈഡ് ബാങ്കർക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും എഴുതുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇതിനെ ചെക്ക് എന്ന് വിളിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചെക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെക്കിന് നമുക്ക് എത്ര പാർട്ടീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെയും നമുക്ക് 3 പാർട്ടികളുണ്ട്. ആരൊക്കെയാണ് ഈ 3 പാർട്ടികൾ എന്ന് പറയുന്നത്? ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. ആരാണ് ഡ്രോയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെക്ക് എഴുതുന്ന ആളാണ് ഡ്രോയർ. ചെക്ക് എഴുതുന്ന ഒരാളിനെ ഡ്രോയർ എന്നും, ആർക്കാണോ ഈ ചെക്ക് എഴുതുന്നത് അയാളെ ഡ്രോയി എന്ന് വിളിക്കും. മിക്കവാറും കേസുകളിലെല്ലാം ബാങ്കിനാണല്ലോ എഴുതുന്നത്. അപ്പൊ എപ്പോഴും ബാങ്ക് ആയിരിക്കും ഡ്രോയി. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡ്രോയി ഓഫ് എ ചെക്ക് ഈസ് ഓൾവേസ് ബാങ്ക്. ഇനി ഒരു പേയി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ആരായി പേയി എന്ന് പറയുന്ന? ദ പേഴ്സൺ ടു ഹും ദ എമൗണ്ട് ഓഫ് ചെക്ക് ഈസ് പേബിൾ. ആർക്കാണോ പൈസ കൊടുക്കേണ്ടത്, ആർക്കാണോ പൈസ കിട്ടേണ്ടത്, അയാളെ നമ്മൾ വിളിക്കുന്ന പേര് പേയി എന്നാണ്. അങ്ങനെ ആ ചെക്കിനും നമുക്ക് 3 പാർട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചെക്കിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാ ചെക്കിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്? ചെക്കിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ബെയറർ ചെക്കാണ്. എന്താണ് ഈ ബെയറർ ചെക്ക് എന്ന് പറയുന്നത്? ചെക്ക് വിച്ച് ക്യാൻ പെയ്ഡ് ടു ബെയറർ ദ ലാസ്റ്റ് എൻഡോഴ്സ്മെന്റ് ഈസ് ബാങ്ക്. ഇതാണ് അതിന്റെ കേസ്. ആരുടെ കയ്യിലാണോ ഈ ചെക്ക് ഇരിക്കുന്നത്, ആ ചെക്ക് ഇരിക്കുന്ന ആളിനാണ് അതിന്റെ പേയ്മെന്റ് നടത്തേണ്ടതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബെയറർ ചെക്ക് എന്നാണ്. ദാറ്റ് മീൻസ് എ ചെക്ക് വിച്ച് ക്യാൻ ബി പെയ്ഡ് ടു ദി ബെയറർ. ആരുടെ കയ്യിലാണോ ചെക്ക് ഇരിക്കുന്നത് അയാൾക്ക് പൈസ കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആര് ഹോൾഡ് ചെയ്താലും അയാൾക്ക് ഇതിന്റെ പൈസ കിട്ടും. അതുകൊണ്ട് ആ ചെക്കിനെ വിളിക്കുന്ന പേര് ബെയറർ ചെക്ക് എന്നാണ്. ഇനി രണ്ടാമത്തെ ചെക്കിനെ വിളിക്കുന്ന പേര് ഓർഡർ ചെക്ക് എന്നാണ്. എന്താ ഈ ഓർഡർ ചെക്ക്? ഈ ചെക്ക് വിച്ച് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ പേയി ടു ഹും ദ എമൗണ്ട് ഓഫ് ദ ചെക്ക് ഈസ് മെയ്ഡ് പേബിൾ. ആർക്കാണോ നമ്മൾ ചെക്കിന്റെ എമൗണ്ട് കൊടുക്കേണ്ടത് അയാളുടെ പേര് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പേയുടെ പേര് വളരെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ആ പേയ്മെന്റ് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെയുള്ള ചെക്കിനെ വിളിക്കുന്ന പേര് ഓർഡർ ചെക്ക് എന്നാണ്. നമ്മൾ സാധാരണ ചെക്ക് പേ ടു ഇന്ന ആളെന്ന് എഴുതത്തില്ലേ? അപ്പൊ അതിനകത്ത് പേര് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് എമൗണ്ട് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓർഡർ ചെക്ക് എന്നാണ്. അപ്പൊ 2 തരം ചെക്കായി, ബെയറർ ചെക്കായി, അതുപോലെ തന്നെ ഓർഡർ ചെക്കായി. ബെയറർ ചെക്കിനകത്താണ് അത് ആരാണോ ബെയർ ചെയ്യുന്ന അയാൾക്ക് കൊടുത്താൽ മതി, വേറൊന്നും അറിയേണ്ട കാര്യമില്ല.
ഓർഡർ ചെക്ക് ആണെങ്കിൽ അതിനകത്ത് ആരുടെ പേരാണോ അദ്ദേഹത്തിനാണ് അത് പേയ്മെന്റ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ കേസ് ബ്ലാങ്ക് ചെക്കാണ്. എന്താ ഈ ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത്? ദ ഡ്രോയർ പുട്ടിംഗ് ഹിസ് സിഗ്നേച്ചർ ആൻഡ് ലീവ്സ് ഓൾ അതർ കോളംസ് ബ്ലാങ്ക് ഈസ് എ ബ്ലാങ്ക് ചെക്ക്. ഇവിടെ ഒരു ചെക്ക് എഴുതുന്ന സമയത്ത് ഡ്രോയർ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്, പിന്നെ അതിനകത്ത് ഒന്നും തന്നെ എഴുതിയിട്ടില്ല, ബാക്കി എല്ലാ കോളംസും ബ്ലാങ്ക് ആയി ഇട്ടേക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ബ്ലാങ്ക് ചെക്ക് എന്നാണ്. അതാണ് അടുത്ത ചെക്ക് ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ബെയറർ ചെക്കായി, ഓർഡർ ചെക്കായി, ദെൻ ബ്ലാങ്ക് ചെക്കായി. ഇനി നാലാമത്തത് ആന്റി ഡേറ്റഡ് ചെക്കാണ്. എന്താണ് ഈ ആന്റി ഡേറ്റഡ് ചെക്ക്? ഈ ചെക്ക് ബെയറിംഗ് എ പ്രീവിയസ് ഡേറ്റ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. ആന്റി ഡേറ്റഡും ഉണ്ട്, നമുക്ക് പോസ്റ്റ് ഡേറ്റഡും ഉണ്ട്. ഒരു ചെക്ക് നമ്മൾ ഇന്നാണ് എഴുതുന്നത്, പക്ഷേ ഡേറ്റ് അതിന് മുമ്പത്തെ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നതെന്നിരിക്കട്ടെ. ഇന്ന് ജനുവരി 1 ആണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിലെ മാസത്തിൽ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എഴുതുന്ന ഡേറ്റിന് തൊട്ട് മുമ്പത്തെ ഡേറ്റാണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ചെക്കിനെ വിളിക്കുന്ന പേര് ആന്റി ഡേറ്റഡ് ചെക്ക് എന്നാണ്. എ ചെക്ക് ബെയറിംഗ് എ പ്രീവിയസ് ഡേറ്റ് ഈസ് കാൾഡ് ആന്റി ഡേറ്റഡ് ചെക്ക് ആൻഡ് എ ചെക്ക് ബെയറിംഗ് എ സബ്സിക്വന്റ് ഓർ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കാൾഡ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഇന്ന് ചെക്ക് എഴുതുകയാണ്, പക്ഷേ ഇതിന്റെ ഡേറ്റ് വെച്ചേക്കുന്ന ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണെങ്കിൽ അത് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. അതിന്റെ പിന്നിലൊരു ഡേറ്റ് ആണ് വെച്ചേക്കുന്നതെങ്കിൽ അത് ആന്റി ഡേറ്റഡ് ചെക്കാണ്. അപ്പൊ ഇവിടെ ബെയറർ ചെക്കായി, ഓർഡർ ചെക്കായി, ബ്ലാങ്ക് ചെക്കായി, ആന്റി ഡേറ്റഡ് ചെക്കായി, ദെൻ പോസ്റ്റ് ഡേറ്റഡ് ചെക്കായി. ഇനി നമുക്കറിയേണ്ടത് സ്റ്റെയിൽ ഓർ ഔട്ട് ഡേറ്റഡ് ചെക്ക്. എന്താണ് സ്റ്റെയിൽ ഓർ ഔട്ട് ഡേറ്റഡ് ചെക്ക്? നമുക്കറിയാം ഒരു ചെക്കിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. A check in circulation for more than 3 months from the date of the issue is called stale or out of date check. ഏതെങ്കിലും ഒരു ചെക്ക് എഴുതിയ ഡേറ്റ് മുതൽ 3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ആ 3 മാസത്തെ കാലാവധി കഴിഞ്ഞ ചെക്കുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഔട്ട് ഡേറ്റഡ് ചെക്ക് അല്ലെങ്കിൽ സ്റ്റെയിൽ ചെക്ക് എന്നാണ്. അപ്പൊ അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ചെക്കാണ്. എന്നാൽ മറ്റൊരു ചെക്കുണ്ട് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. എന്താ മ്യൂട്ടിലേറ്റഡ് ചെക്ക്? എ ചെക്ക് ഈസ് ടോൺ ഇൻ ടു പീസസ്. ചില ചെക്ക് കീറിപ്പോകാം, കഷ്ണങ്ങളായി മാറിപ്പോവാം. അങ്ങനെ വരുന്ന ചെക്കുകളെയാണ് നമ്മൾ മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ഈ ചെക്ക് ടോൺ ഇൻ ടു പീസസ് ഈസ് കാൾഡ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. അപ്പൊ ബെയറർ ചെക്കായി, ഓർഡർ ചെക്കായി, ബ്ലാങ്ക് ചെക്കായി, ആന്റി ഡേറ്റഡ് ചെക്കായി, പോസ്റ്റ് ഡേറ്റഡ് ചെക്കായി, സ്റ്റെയിൽ ഓർ ഔട്ട് ഡേറ്റഡ് ചെക്കായി. ഇപ്പം നമ്മളൊരു ചെക്ക് പറഞ്ഞു മ്യൂട്ടിലേറ്റഡ് ചെക്ക്. ഇനി നമുക്ക് ഒരു ചെക്കും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് മാർക്ക്ഡ് ചെക്ക്. എന്താണ് ഈ മാർക്ക്ഡ് ചെക്ക് എന്ന് പറയുന്നത്? ഈ ചെക്ക് ഈസ് സെഡ് ടു ബി മാർക്ക്ഡ് വെൻ the paying banker initials the check with the word marked good for payment. This is usually done at the request of the drawer. നമുക്കറിയാം സാധാരണ കേസിൽ ഒരു ചെക്ക് നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് ആ ചെക്കിന്റെ പൈസ കിട്ടുമെന്ന് ഡ്രോയ്ക്ക് ഉറപ്പില്ല. അങ്ങനെ ഡ്രോയ്ക്ക് ഉറപ്പില്ല എങ്കിൽ ആ ഡ്രോയ്ക്ക് വിശ്വാസം വരാൻ വേണ്ടി ആ ബാങ്കിൽ കൊടുത്ത് അത് മാർക്കഡ് ഗുഡ് ഫോർ പേയ്മെന്റ്, തീർച്ചയായും ഈ ചെക്ക് ഹോണർ ചെയ്യുന്നതാണ്, ഇതിന് പേയ്മെന്റ് കൊടുക്കുന്നതാണ് എന്ന് ഡ്രോയറുടെ നിർദ്ദേശപ്രകാരം പേയിങ് ബാങ്ക് ഇനിഷ്യൽ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് മാർക്കഡ് ചെക്ക് എന്നാണ്. ഇത് സാധാരണ ഡ്രോയറുടെ റിക്വസ്റ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാങ്ക് അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചെക്കിന്റെ എമൗണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടി അതിനകത്ത് ഇനിഷ്യൽ ചെയ്യുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേര് മാർക്കഡ് ചെക്ക് എന്നാണ്. അങ്ങനെ നമുക്ക് ചെക്കുകളെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് ബില്ല് പോലെ തന്നെ ടൈപ്സ് ഓഫ് ചെക്കും നമുക്കിവിടെ ഉണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഇങ്ങനെയുള്ള ഈ ചെക്കിനെ സംബന്ധിച്ചിടത്തോളം ചെക്കിനകത്ത് ചില മെറ്റീരിയൽ ആൾട്ടറേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ മെറ്റീരിയൽ ആൾട്ടറേഷൻ എന്ന് പറയുന്നത്? ചെക്ക് എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ടാണ് നമ്മൾ ചെക്ക് എഴുതേണ്ടത്. അതിന്റെ ഡേറ്റ്, അതിന്റെ എമൗണ്ട്, അതോടൊപ്പം തന്നെ ശരിക്കും അതിന്റെ കൃത്യമായിട്ടുള്ള ക്രോസിംഗ് പ്ലേസ്, ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്ക് നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഡേറ്റിലോ എമൗണ്ടിലോ വേർഡ്സിലോ ഫിഗറിലോ അല്ലെങ്കിൽ അതിന്റെ ക്രോസിംഗ് പ്ലേസിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൾട്ടറേഷൻ ഓഫ് ചെക്ക്, മെറ്റീരിയൽ ആൾട്ടറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട എമൗണ്ടോ ഡേറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെക്ക് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓപ്പറേഷൻ റൺ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മെറ്റീരിയൽ ആൾട്ടറേഷൻ എന്നാണ്. If an alteration of a check affect the fundamental character of a check, ഏതെങ്കിലും ഒരു ചെക്കിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടറിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആൾട്ടറേഷൻ വന്നാൽ അതിനെ വിളിക്കുന്ന പേര് മെറ്റീരിയൽ ആൾട്ടറേഷൻ എന്നാണ്. അപ്പോൾ ഒരു ബാങ്കിന്റെ ഒരു ബാങ്ക് ഉപയോഗിക്കുന്ന ചെക്കിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടറിനകത്ത് അതിനകത്ത് അഫക്ട് ചെയ്യുന്ന രീതിയിൽ ആൾട്ടറേഷൻ വന്നാൽ മെറ്റീരിയലും, അതേസമയം അങ്ങനെ അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള മൈനർ ആൾട്ടറേഷൻസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇംമെറ്റീരിയൽ ആൾട്ടറേഷൻ എന്നുമാണ്. അപ്പൊ 2 തരം ആൾട്ടറേഷൻ ഉണ്ട്, മെറ്റീരിയൽ ആൾട്ടറേഷൻ ആൻഡ് ഇംമെറ്റീരിയൽ ആൾട്ടറേഷൻ.
അപ്പൊ വളരെ ചെക്കിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ചെക്കിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്നതാണെങ്കിൽ മെറ്റീരിയൽ, അങ്ങനെ ബാധിക്കാത്ത ഓൾട്ടറേഷൻസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇംമെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്നാണ്. അപ്പൊ അതും നമുക്ക് മനസ്സിലായി. അപ്പൊ ചെക്കിന്റെ ഓൾട്ടറേഷൻ ഓക്കെ ആയി. ഇനി നമുക്കറിയട്ടെ ഈ ചെക്കിനെ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന. ക്രോസിംഗ് ഓഫ് എ ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്രോസിംഗ് ഓഫ് എ ചെക്ക്, ദ പ്രാക്ടീസ് ഓഫ് ക്രോസിംഗ് ഓഫ് എ ചെക്ക് ഒറിജിനേറ്റഡ് ഇൻ ബ്രിട്ടൻ. ഇങ്ങനെ ചെക്ക് ക്രോസ് ചെയ്യുന്ന പ്രോസസ്സ് നിലവിൽ വന്നത് ബ്രിട്ടനിലാണ്. ഇവിടെ 2 തരം ചെക്കുകളുണ്ട്. ഓപ്പൺ ചെക്കുമുണ്ട്, അതുപോലെ തന്നെ ക്രോസ് ചെക്കുമുണ്ട്. ബാങ്കിൽ ഉപയോഗിക്കുന്ന 2 തരം ചെക്കുണ്ട്. ഓപ്പൺ ചെക്കുമുണ്ട്, അതുപോലെ തന്നെ ക്രോസ്ഡ് ചെക്കുമുണ്ട്. എന്താണ് ഈ ഓപ്പൺ ചെക്ക് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എ ചെക്ക് വിച്ച് ഡസ് നോട്ട് ബെയർ എ ക്രോസിംഗ്. ക്രോസിംഗ് ഇല്ലാത്ത ചെക്കുകളെ വിളിക്കുന്ന പേര് ഓപ്പൺ ചെക്ക് എന്നാ. ഒരു ചെക്ക് ക്രോസ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഓപ്പൺ ചെക്ക് എന്നാണ്. എന്നാൽ ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എ ചെക്ക് വിച്ച് ബെയർ എ ക്രോസിംഗ്. ഒരു ക്രോസിംഗ് നടത്തിയിരിക്കുന്ന ചെക്കിനെയാണ് നമ്മൾ ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ചെക്കിന്റെ ഇടത് സൈഡില് 2 പാരലൽ ലൈൻ ട്രാൻസ്വേഴ്സ് ആയിട്ട് വരയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെക്കിനകത്ത് ക്രോസിംഗ് നടത്തുന്ന എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ടു ദി ഗിവൺ ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദി പേയിങ് ബാങ്കർ ടു പേ ദ എമൗണ്ട് ഓഫ് ദ ചെക്ക് ത്രൂ ആൻ അക്കൗണ്ട് ഒൺലി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന, ഒരു ചെക്ക് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 പാരലൽ ലൈൻ ട്രാൻസ്വേഴ്സ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതൊരു ഇൻസ്ട്രക്ഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദി പേയിങ് ബാങ്കർ ടു പേ ദ എമൗണ്ട് ഓഫ് ദ ചെക്ക് ത്രൂ ആൻ അക്കൗണ്ട് ഒൺലി ആൻഡ് നോട്ട് ഡയറക്ട്ലി ടു ദി പേഴ്സൺ പ്രസന്റിംഗ് അറ്റ് ദ കൗണ്ടർ ഓഫ് ദ പേയിങ് ബാങ്കർ. ഒരു ബാങ്കർ നേരിട്ട് അവിടെ ചെന്നിട്ട് കൗണ്ടറിലൂടെ മാത്രമേ ഇത് മാറാൻ പറ്റുകയുള്ളൂ. അപ്പൊ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചെക്കിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബാങ്കിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഈ ക്രോസിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആണ് ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ ക്രോസിംഗ് ഇല്ലാത്ത ചെക്കിനെ വിളിക്കുന്ന പേര് ഓപ്പൺ ചെക്ക് എന്നാണ്. അങ്ങനെ 2 തരം ചെക്കുകളുണ്ട്, ഓപ്പൺ ചെക്ക് ആൻഡ് ക്രോസ്ഡ് ചെക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ക്രോസിംഗിനകത്ത് എന്തൊക്കെ ടൈപ്പ് ക്രോസിംഗ് ആണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, പലതരം ക്രോസിംഗ് ഉണ്ട് ചെക്കിനകത്ത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്രോസിംഗിനെ വിളിക്കുന്ന പേര് ജനറൽ ക്രോസിംഗ് എന്നാണ്. ചെക്കിന്റെ ക്രോസിംഗിന്റെ ടൈപ്പ് യൂസ് കഴിഞ്ഞാൽ ഒന്നാമത്തത് ജനറൽ ക്രോസിംഗ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിനകത്ത് സെക്ഷൻ 123 അനുസരിച്ചുള്ള ക്രോസിംഗിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ക്രോസിംഗ്. അത് നമ്മൾ ഓർത്ത് വെച്ചോളുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 123 അനുസരിച്ച് ഉള്ള ക്രോസിംഗിനെ വിളിക്കുന്ന പേര് ജനറൽ ക്രോസിംഗ് എന്നാണ്. ഇവിടെ എന്താണ് ഈ ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്ന? ഡ്രോയിങ് ഓഫ് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് അക്രോസ് ദ ഫേസ് ഓഫ് എ ചെക്ക്. ഒരു ചെക്കിന്റെ ഫേസില് ഇടത് സൈഡിലായിട്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ഡ്രോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈ ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്കിന്റെ ഫേസിലാണ് വരുന്നത്. പാരലൽ ടു ഈച്ച് അതർ, ഇത് പാരലാണ്, 2 ലൈനുകളും പാരലാണ്. അതോടൊപ്പം തന്നെ ഇത് ക്രോസ് ആയിട്ട് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ 2 ലൈനിനിടയ്ക്ക് ആൻഡ് കമ്പനി എന്നോ ആൻഡ് കമ്പനി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് കമ്പനി എന്ന് പറയുന്ന വേർഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന 123 എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്രോസിംഗിനെ വിളിക്കുന്ന പേര് ജനറൽ ക്രോസിംഗ് എന്നാണ്. അതാണ് ഒന്നാമത്തെ ക്രോസിംഗ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്രോസിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. എന്താണ് ഈ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 124 ഡിഫൈൻ ചെയ്യുന്ന ക്രോസിംഗിനെ വിളിക്കുന്ന പേര് സ്പെഷ്യൽ ക്രോസിംഗ് എന്നാണ്. ഡ്രോയിങ് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക് ആൻഡ് ഇൻസേർട്ടിംഗ് ദ നെയിം ഓഫ് ദ കളക്ടിംഗ് ബാങ്കർ ബിറ്റ്വീൻ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന? ചെക്കിന്റെ ഫേസില് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരയ്ക്കുകയും എന്നിട്ട് അതിനകത്ത് അതിനകത്ത് എഴുതി ചേർക്കുന്ന പാരലൽ ലൈനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു കളക്ടിംഗ് ബാങ്കിന്റെ പേര്. അങ്ങനെ ആ കളക്ടിംഗ് ബാങ്കിന്റെ പേരും കൂടെ എഴുതുന്ന ക്രോസിംഗിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പോൾ ഒരു പ്രത്യേക ബാങ്ക് ആ ബാങ്കിലൂടെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുന്ന 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചിട്ട് അതിനകത്ത് കളക്ടിംഗ് ബാങ്കിന്റെ പേര് ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് സ്പെഷ്യൽ ക്രോസിംഗ് എന്നാണ്. ഇനി മൂന്നാമത്തെ ക്രോസിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. ഈ അക്കൗണ്ട് പേയിങ് ക്രോസിംഗ് എന്ന് പറയുന്നത് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ക്രോസിംഗ് ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് ഫോം ഓഫ് ക്രോസിംഗ്. എന്താണ് ഈ സംഭവം എന്ന് പറയുന്നത്? അക്കൗണ്ട് പേയി ക്രോസിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രോസിംഗ് വിച്ച് ഇൻസ്ട്രക്ട് ദ കളക്ടിംഗ് ബാങ്കർ ടു കളക്ട് ആൻഡ് ക്രെഡിറ്റ് ദ എമൗണ്ട് ഓഫ് ദ അക്കൗണ്ട് ഓഫ് ദ പേയി. തീർച്ചയായും
ഈ അക്കൗണ്ട് പേ ക്രോസിംഗ് ഉള്ള ചെക്കാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആർക്കാണോ നമ്മൾ ഈ ചെക്ക് കൊടുത്തേക്കുന്നത് ആ ചെക്ക് കൊടുത്തേക്കുന്ന പേയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ ഇത് ക്രെഡിറ്റ് ചെയ്യാവൂ. അയാൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മാറാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ മാത്രമേ ഇത് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ക്രോസിംഗ് നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ ട്രൂ ട്രാൻസ്ഫേഴ്സ് ലൈനിന്റെ ഇടയ്ക്ക് അക്കൗണ്ട് പേയി ഓർ പേയ്സ് അക്കൗണ്ട് എന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തേക്കും. അങ്ങനെ അക്കൗണ്ട് പേയി അല്ലെങ്കിൽ പേയ്സ് അക്കൗണ്ട് എന്ന് ക്രോസിംഗിനകത്ത് എഴുതി ചേർക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള ക്രോസിംഗ് ആയി. ഏതൊക്കെയായി? ജനറൽ ക്രോസിംഗ് ആയി, സ്പെഷ്യൽ ക്രോസിംഗ് ആയി, അക്കൗണ്ട് പേയി ക്രോസിംഗ് ആയി. ഇനി 4ാമത്തെ ക്രോസിംഗ് എന്ന് പറയുന്നത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. എന്താണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്? എ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റ് ദ നെഗോഷ്യബിലിറ്റി ഓഫ് ദ ചെക്ക്. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് പറയുന്ന കണക്കല്ല, ഇത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് നോട്ട് റെസ്ട്രിക്ട് ദ നെഗോഷ്യബിലിറ്റി ഓഫ് ദ ചെക്ക്. ചെക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിൽ തടസ്സപ്പെടുത്താത്ത ചെക്കിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ക്രോസിംഗിനെ വിളിക്കുന്ന പേരാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ. ഈ ചെക്ക് ക്രോസ് ചെയ്ത ചെക്കാണെങ്കിൽ പോലും നമുക്കിതിനെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അതിന്റെ നെഗോഷ്യബിലിറ്റി അഥവാ ട്രാൻസ്ഫറബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഫ്രീ ആയിട്ട് ഇത് എന്ത് ചെയ്യാം? ട്രാൻസ്ഫറബിൾ ആണ്. ഇത് ഹോൾഡർക്ക് ഒരു വാണിംഗ് പോലെയാണ് ഇത് കൊടുക്കുന്നത്. അതിനെ വിളിക്കുന്ന പേര് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നാണ്. ഇനി 5ാമത്തെ ക്രോസിംഗിനെ വിളിക്കുന്ന പേര് ഡബിൾ ക്രോസിംഗ് എന്നാണ്. എന്താണ് ഈ ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ചെക്ക് ക്രോസ്ഡ് ടു 2 ബാങ്കേഴ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് എ ഡബിൾ ക്രോസിംഗ്. ഇവിടെ ക്രോസ് ചെയ്തേക്കുന്നത് 2 ബാങ്കിന് വേണ്ടിയാണ്, 2 ബാങ്കേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ ക്രോസിംഗ് എന്ന് പറയും. ദാറ്റ് മീൻസ് ദ നെയിം ഓഫ് ദ 2 ബാങ്ക്സ് ആർ മെൻഷൻഡ് വിതിൻ ഓർ വിത്തൌട്ട് ദ ട്രാൻസ്ഫേഴ്സ് ലൈൻസ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? 2 ട്രാൻസ്ഫേഴ്സ് ലൈൻസിനിടയ്ക്ക് 2 ബാങ്കുകളുടെ പേരാണ് അതിനകത്ത് നോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡബിൾ ക്രോസിംഗ് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ക്രോസിംഗ് ഒരുപാടെണ്ണം പറഞ്ഞു, 5 ക്രോസിംഗ് പറഞ്ഞു. അതേതൊക്കെയാണ്? ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും, ദെൻ അക്കൗണ്ട് പേയി ക്രോസിംഗ്, ദെൻ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞ 2 ബാങ്കുകളുടെ പേര് നോട്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡബിൾ ക്രോസിംഗ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ചെക്കിന്റെ ക്രോസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത്, വളരെ പ്രധാനമായി നമുക്കറിയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എൻഡോഴ്സ്മെന്റ് ആണ്. ഇവിടെ ബില്ലോ അല്ലെങ്കിൽ ചെക്കൊക്കെ നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ബിൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. എന്താണ് ഈ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? The word endorsement is derived from the Latin word indorsum, which means on the back. ഇവിടെ ബാക്ക് എന്ന് അർത്ഥം വരുന്ന ഇൻഡോഴ്സം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 15 ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ എൻഡോഴ്സ്മെന്റ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ എൻഡോഴ്സ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, so endorsement means signing on the back of the instrument by drawer or holder for the purpose of negotiation. ഡ്രോയറോ അല്ലെങ്കിൽ ഹോൾഡറോ ആരാണോ എഴുതിയ അല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ ഈ ബില്ലിരിക്കുന്നത് അല്ലെങ്കിൽ ചെക്ക് ഇരിക്കുന്നത്, അദ്ദേഹം എന്താ ചെയ്യുന്നത്? അതിന്റെ ബാക്കിൽ ഒപ്പിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നെഗോഷിയേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ട്രാൻസ്ഫറബിലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നെഗോഷിയേഷന് വേണ്ടി ആ ചെക്കിന്റെ ബാക്കിൽ ഒപ്പിടുന്ന സമ്പ്രദായത്തെ നമ്മൾ വിളിക്കുന്ന പേര് എൻഡോഴ്സ്മെന്റ് എന്നാണ്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഒരു ബില്ല് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എൻഡോഴ്സ് ചെയ്യാം. അങ്ങനെ എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് എൻഡോഴ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒപ്പിടാൻ സ്ഥലമില്ല എങ്കിൽ ഒരു അഡീഷണൽ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം? അറ്റാച്ച് ചെയ്യാം. അങ്ങനെ എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ പേപ്പർ അറ്റാച്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് അലോഞ്ച് എന്നാണ്. അപ്പൊ അലോഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അഡീഷണൽ പേപ്പർ അറ്റാച്ച്ഡ് ഫോർ ഫർദർ നെഗോഷിയേഷൻ. ഇങ്ങനെ പലർക്ക് നെഗോഷിയേഷൻ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒപ്പിടാൻ സ്ഥലമില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ ചെക്കിനോടോ അല്ലെങ്കിൽ ബില്ലിനോടോ അഡീഷണൽ ആയിട്ട് നമ്മളൊരു പേപ്പറും കൂടി എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് അലോഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അലോഞ്ച് എന്ന് പറയുന്ന വേർഡ് നമുക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെയുള്ള എൻഡോഴ്സ്മെന്റിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 പാർട്ടീസ് ഉണ്ട്. എൻഡോഴ്സറും ഉണ്ട്, എൻഡോഴ്സിയും ഉണ്ട്. ആരാണ് ഈ എൻഡോഴ്സർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹു എൻഡോഴ്സ് ദ ഇൻസ്ട്രുമെന്റ്. ആ ഇൻസ്ട്രുമെന്റ് ഏതായാലും ശരി എന്ന് അത് എൻഡോഴ്സ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എൻഡോഴ്സർ എന്നും, ആർക്കാണോ ഇത് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്ന അയാളെ എന്ത് വിളിക്കും? എൻഡോഴ്സി എന്ന് വിളിക്കും. ദ പേഴ്സൺ ടു ഹും ദ എൻഡോഴ്സ്മെന്റ് ഈസ് മെയ്ഡ് ഈസ് കാൾഡ് എൻഡോഴ്സി. അങ്ങനെ 2 പാർട്ടികളുണ്ട്. അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് 3 പാർട്ടികളുണ്ട്, ചെക്കിന് 3 പാർട്ടികളുണ്ട്, ഇപ്പൊ എൻഡോഴ്സ്മെന്റിന് 2 പാർട്ടികളുണ്ട്.
അപ്പൊ ഈ എൻഡോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് നമുക്കറിയണം. ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്തൊക്കെയാണ് ഈ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. എന്താണ് ഈ ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? ഇൻ ജനറൽ എൻഡോഴ്സ്മെന്റ് ദ എൻഡോഴ്സർ സൈൻസ് ഹിസ് നെയിം ഒൺലി വിത്തൌട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ എൻഡോഴ്സി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? ഒരു എൻഡോഴ്സ്മെന്റ് നടത്തുന്ന സമയത്ത് ആ എൻഡോഴ്സറുടെ സൈൻ മാത്രമേ അതിനകത്തുള്ളൂ, അയാളുടെ നെയിം മാത്രമേ ഉള്ളൂ. പക്ഷെ ആർക്കാണ് ഇത് എൻഡോഴ്സ് ചെയ്യുന്ന എൻഡോഴ്സിയുടെ പേരോ മറ്റു ഡീറ്റെയിൽസോ ഇല്ല. അപ്പൊ ഇതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത് ആരെ കയ്യിലാണോ ഇരിക്കുന്ന ആ ബെയറർക്കാണ് ഇത് കൊടുക്കേണ്ട പേയ്മെന്റ്. അങ്ങനെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് ജനറൽ ഓർ ബാങ്ക് എൻഡോഴ്സ്മെന്റ് എന്നാണ്. അപ്പൊ എൻഡോഴ്സ്മെന്റ് നടത്തുന്ന സമയത്ത് അതിനകത്ത് എൻഡോഴ്സറുടെ സൈനും അയാളുടെ നെയിമും മാത്രമേ കാണൂ. എന്നാൽ എൻഡോഴ്സിയുടെ യാതൊരു ഡീറ്റെയിൽസും കാണാത്ത എൻഡോഴ്സ്മെന്റിനെ വിളിക്കുന്ന പേര് ജനറൽ ഓർ ബാങ്ക് എൻഡോഴ്സ്മെന്റ് എന്നാണ്. ഇനി രണ്ടാമത്തെ എൻഡോഴ്സ്മെന്റ് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആണ്. എന്താണ് ഈ ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്? ബോത്ത് ദ നെയിം ഓഫ് ദ എൻഡോഴ്സർ ആൻഡ് എൻഡോഴ്സി ഈസ് സ്പെസിഫൈഡ്. ഇവിടെ എൻഡോഴ്സറുടെയും എൻഡോഴ്സിയുടെയും പേരും ഡീറ്റെയിൽസും അതിനകത്ത് ശരിക്കും എഴുതിയിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫുൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്നാണ്. അത് രണ്ടാമത്തെ കേസാണ്. ഇനി മൂന്നാമത്തെ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ആണ്. എന്താണ് ഈ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്? ദ എൻഡോഴ്സർ പ്രൊഹിബിറ്റ് ദ ഫർദർ നെഗോഷിയേഷൻ ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ബൈ ആഡിംഗ് ദ വേർഡ് ഒൺലി ആഫ്റ്റർ ദ നെയിം ഓഫ് ദ എൻഡോഴ്സി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? ഒരു എൻഡോഴ്സിക്ക് ഒരിക്കൽ നെഗോഷിയേഷൻ നടത്തി ഇനി ഒരു എൻഡോഴ്സ്മെന്റ് പാടില്ല എന്നതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്നാണ്. So this endorsement, the endorser prohibit for the further endorsement is called restrictive endorsement. അപ്പൊ മൂന്നെണ്ണമായി. ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആയി, ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആയി, ഇപ്പം നമ്മൾ പറഞ്ഞു റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് പറഞ്ഞു. ഇനി നാലാമത്തെ കേസ് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ്. കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ് എന്താണ്? ആ കണ്ടീഷണൽ എന്ന് പറയുന്നത് ദ എൻഡോഴ്സർ ഇമ്പോസസ് എ കണ്ടീഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു റിസീവ് മണി ഓൺ ദ ഇൻസ്ട്രുമെന്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ദ എൻഡോഴ്സർ ഇമ്പോസസ് എ കണ്ടീഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു റിസീവ് മണി ഓൺ ദ ഇൻസ്ട്രുമെന്റ്. ഈ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ മണി റിസീവ് ചെയ്യുന്നതിനകത്ത് ചില കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യുകയാണ് എൻഡോഴ്സർ എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് ആണ്. ഇവിടെ എൻഡോഴ്സർ എന്താ പറഞ്ഞിരിക്കുന്നത്? ചില കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മണി റിസീവ് ചെയ്യുന്നതിന്റെ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനകത്തുള്ള ശരിക്കുമുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് അത് ഇമ്പോസ് ചെയ്യുന്ന എൻഡോഴ്സ്മെന്റിനെ വിളിക്കുന്ന പേര് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ് എന്നാണ്. അപ്പൊ നാലെണ്ണമായി. അഞ്ചാമത്തെ കേസ് കേട്ടോ നിങ്ങൾ, പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്. എന്താണ് ഈ പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻവാലിഡ് എൻഡോഴ്സ്മെന്റ് ഇൻ വിച്ച് ഓൺലി എ പാർട്ട് ഓഫ് ദ എമൗണ്ട് ഈസ് ഓർഡേർഡ് ടു ബി പെയ്ഡ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എൻഡോഴ്സ്മെന്റിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവരൊരു പാർട്ട് പേയ്മെന്റ് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻഡോഴ്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്നാണ്. ഇതൊരു ഇൻവാലിഡ് എൻഡോഴ്സ്മെന്റ് ആണ്. അപ്പൊ ബില്ലിന്റെ അല്ലെങ്കിൽ ചെക്കിന്റെ എമൗണ്ടിന്റെ പാർട്ടായിട്ട് മാത്രമേ പേയ്മെന്റ് നടത്താവൂ എന്ന കണ്ടീഷൻ വയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്നാണ്. അപ്പൊ 5 എൻഡോഴ്സ്മെന്റുകളായി. ഇനി ആറാമത്തെ എൻഡോഴ്സ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വേവ് എന്നാണ്. എന്താ സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വേവ് എന്ന് പറയുന്നത്? ഇൻ ദിസ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെന്റ് ദ എൻഡോഴ്സർ ലിമിറ്റിംഗ് ഹിസ് ലയബിലിറ്റി ആസ് ഹി വിൽ നോട്ട് ബി ഏബിൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ ബിൽ ഇഫ് ദ അക്സെപ്റ്റർ ഫെയിൽസ് ടു പേ ഇറ്റ്. യഥാർത്ഥത്തിൽ ഒരു ബില്ല് ആ എൻഡോഴ്സറെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ ബില്ല് തേർഡ് പാർട്ടിക്ക് വീണ്ടും അത് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ട്രോയ് എന്ന് പറയുന്ന ആള് ഇതിന്റെ പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ എൻഡോഴ്സർ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല, അയാൾ ആ പേയ്മെന്റിന് ബാധ്യസ്ഥനല്ല എന്ന് കാണിച്ചുകൊണ്ട് എൻഡോഴ്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വേവ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് എൻഡോഴ്സർ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്മേൽ ഈ ബില്ല് ആ ഡ്യൂ ഡേറ്റിൽ പൈസ തന്നില്ല എങ്കിൽ അതിന്മേൽ എനിക്കൊരു ലൈബിലിറ്റി ഇല്ല എന്ന് എൻഡോഴ്സർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വേവ് ആണ്. ഇനി ഏഴാമത്തെ കേസ് സാൻസ് ഫ്രൈസ് ആണ്. എന്താ സാൻസ് ഫ്രൈസ് എന്ന് പറയുന്നത്? The sans phrase means without expense, which means the endorser is liable for the amount of the instrument only. എൻഡോഴ്സർ എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത്
അതിനകത്തുള്ള എമൗണ്ട്, ഇൻസ്ട്രുമെന്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അല്ലാതെ മറ്റൊരു എക്സ്പെൻസും ഞാൻ ബെയർ ചെയ്യത്തില്ല എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് എൻഡോഴ്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് സാൻസ് ഫ്രൈസ് എന്നാണ്. അപ്പൊ എൻഡോഴ്സറെ സംബന്ധിച്ചിടത്തോളം എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എമൗണ്ട് എത്രയാണോ എമൗണ്ട് മാത്രമേ ലൈബിൾ ഉള്ളൂ, അതിന്മേൽ ഒരു എക്സ്പെൻസും ഞാൻ വഹിക്കത്തില്ല എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേര് സാൻസ് ഫ്രൈസ് എന്നാണ്. ഇനി എട്ടാമത്തെ ഒരു എൻഡോഴ്സ്മെന്റ് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. എന്താണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്? ഇൻ ദിസ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെന്റ് ദ എൻഡോഴ്സർ റൈറ്റ്സ് നോട്ടീസ് ഓഫ് ഡിസോണർ വെയ്വ്ഡ് ആഫ്റ്റർ എൻഡോഴ്സ്മെന്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന, എൻഡോഴ്സ് ചെയ്തതിനു ശേഷം അതിനകത്ത് ഡിസോണറുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസും എങ്ങാൻ കൈപ്പറ്റത്തില്ല, അതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് കാണിച്ചുകൊണ്ട് എൻഡോഴ്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഫാക്കൽറ്റേറ്റീവ് എന്നാണ്. ദ എൻഡോഴ്സർ റൈറ്റ്സ് നോട്ടീസ് ഓഫ് ഡിസോണർ വെയ്വ്ഡ് ആഫ്റ്റർ എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സ് ചെയ്തതിനു ശേഷം അതിന്മേലുള്ള ഒരു ഡിസോണറുടെ നോട്ടീസും എന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻഡോഴ്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഈ പറഞ്ഞ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്നാണ്. ഇങ്ങനെ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് 8 എണ്ണമാണ്. ജനറൽ ഓർ ബ്ലാങ്ക്, ഫുൾ ഓർ സ്പെഷ്യൽ, റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്, കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ്, പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്, സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വെയ്വ്, സാൻസ് ഫ്രൈസ്, ദെൻ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. ഇങ്ങനെ 8 തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും നോട്ട്സ് ഞാൻ ഇതിന്റെ പിന്നാലെ അതിനകത്ത് ആഡ് ചെയ്ത് അടുത്തൊരു ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് വളരെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. ആ നോട്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു വീഡിയോ അവസാനം ഞാൻ അതിനകത്ത് നോട്ട്സ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ മോഡലിൽ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി നമുക്കറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കേസ് നമുക്കറിയാം. ഇവിടെ ഹോൾഡർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനി പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ് ഇൻ ഹിസ് ഓൺ നെയിം ടു ദി പൊസഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ആരുടെ പേരിലാണോ ഒരു ബില്ല് കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്നത് അയാളെ വിളിക്കുന്ന പേര് ഹോൾഡർ എന്നാണ്. അപ്പൊ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശരിക്കും ആ ബില്ല് ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അയാളെ ഹോൾഡർ എന്നും, വൺ ഹു ഈസ് എൻടൈറ്റിൽഡ് ടു ദി പൊസഷൻ ആസ് എ ഹോൾഡർ ഒബ്റ്റൈൻഡ് ഇൻ ദി ഇൻസ്ട്രുമെന്റ് ഫോർ വാല്യുബിൾ കൺസിഡറേഷൻ. ഒരു വാല്യുബിൾ കൺസിഡറേഷന് വേണ്ടി ഒരു ബില്ല് നമ്മൾ ഒബ്റ്റൈൻ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹോൾഡർ ബില്ല് കൈവശം വെച്ചിരിക്കുകയാണെങ്കിൽ ആ വെക്കുന്ന പീരീഡിനെ വിളിക്കുന്ന പേര് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന. അതിനെ വിളിക്കുന്ന പേര് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന. അപ്പോൾ ഒരു ബില്ല് കൈവശം വെച്ചേക്കുന്ന ആളിനെ നമുക്ക് ഹോൾഡർ എന്നും, അപ്പൊ അതോടൊപ്പം തന്നെ ഒരു വാല്യുബിൾ കൺസിഡറേഷന് വേണ്ടിയിട്ട് ഒരു ഹോൾഡറുടെ കയ്യിൽ നിന്ന് പൊസഷൻ കൈക്കലാക്കുന്നതിന്